ഓസ്ട്രിയയിലെ ഗ്രാസ് എന്ന ചരിത്ര നഗരത്തിലെ ഹോട്ടൽ ഡാനിയലിന്റെ 6-ാം നില. അവിടെ എൻ്റെ മുറിയുടെ ജാലകത്തിലൂടെ ഗ്രാസ് നഗരത്തിന്റെ കാഴ്ചകളിലേക്ക് ഞാൻ ഉണർന്നെണീറ്റിരിക്കുകയാണ്. താഴെ ഇക്കാണുന്നതെല്ലാം ഗ്രാസിന്റെ പുതിയ ഭാഗങ്ങളാണ്. രാവിലെ തന്നെ ഡാനിയൽ ഹോട്ടലിന്റെ പുറത്തേക്കിറങ്ങി. പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് ഇടയ്ക്കെപ്പോഴെങ്കിലും കഴിക്കാം. റെയിൽവേ സ്റ്റേഷന്റെയും ഹോട്ടൽ ഡാനിയലിന്റെയും മുറ്റം ഒന്നു തന്നെയാണെന്ന് പറയാം. പ്രൗഢമായൊരു ഹോട്ടലാണ് ഡാനിയൽ. കേവലം 2500 രൂപ വാടകയ്ക്കാണ് എനിക്കിവിടെ മുറി കിട്ടിയത്. ഇക്കാണുന്നത് ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും മറ്റുമാണ്. റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ ഇവിടെ ഭൂഗർഭത്തിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സ്റ്റേഷന്റെ മുന്നിലൊന്നും ഒരു കാറ് പോലും പാർക്ക് ചെയ്തിരിക്കുന്നത് കാണില്ല. ട്രാം സ്റ്റേഷനും ഇവിടെ ഭൂഗർഭത്തിലാണ്. ഇന്നലെ രാത്രിയിൽ കണ്ട നഗരത്തിന്റെ പഴയ ഭാഗത്തേക്കും സെൻട്രൽ സ്ക്വയറിലേക്കുമെല്ലാം പോകണം. ഇന്നലെ പാതി ഇരുട്ടിൽ കാഴ്ചകൾ വിശദമായി കാണാനായിരുന്നില്ല. അന്നൻ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഈ തെരുവിലൂടെ തന്നെയാണ് ഇന്നലെയും നടന്നത്. ഓൾഡ് സിറ്റിയിലെ സെൻട്രൽ സ്ക്വയർ വരെ ഏതാണ്ട് 2 കിലോമീറ്ററോളം നീണ്ടുകിടക്കുകയാണ് സ്ട്രീറ്റ്. തെരുവ് തീർത്തും വിജനമാണ്. ശനിയാഴ്ചയുടെ പ്രഭാതമായതിനാലാവാം. ഞായറാഴ്ചകളിൽ നമ്മുടെ നാട്ടിലെ തെരുവുകളെപ്പോലെ ഇവിടെ ശനിയും ഞായറും ആളൊഴിഞ്ഞുകിടക്കും. പക്ഷേ ട്രാം സർവീസുകൾക്ക് മുടക്കമൊന്നുമില്ല. നല്ല മെഴുത്ത സുന്ദരൻ ട്രാമുകൾ തെരുവീഥികളിലൂടെ ഒഴുകുന്നു. എന്നാൽ 3-4 ദശകങ്ങൾ പഴക്കമുള്ള ട്രാമുകളുമുണ്ട്. ട്രാമുകൾ ഇവിടുത്തെ ജനജീവിതത്തിന്റെ ഭാഗമാണ്. നഗരത്തിലെ ചെറുതും വലുതുമായ യാത്രകൾക്ക് ഏറ്റവും ആശ്രയിക്കപ്പെടുന്നത് ഈ ട്രാമുകൾ തന്നെ. അപൂർവമായി മാത്രമേ പ്രൈവറ്റ് വാഹനങ്ങൾ ഈ റോഡിലൂടെയെല്ലാം കടന്നു പോകുന്നുള്ളൂ. ഇന്ത്യയിൽ അധികം താമസിയാതെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണിത്. പ്രൈവറ്റ് കാറുകളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള സംവിധാനം വരണം. പൊതു സംവിധാനങ്ങളെയാവണം ഗതാഗതത്തിന് കൂടുതലായും ഉപയോഗപ്പെടുത്തേണ്ടത്. ഇലക്ട്രിക് ട്രാമുകളാണ്. അന്തരീക്ഷ മലിനീകരണം ഒട്ടുമുണ്ടാക്കാത്ത വാഹനങ്ങൾ. നടന്ന് ഞാനിപ്പോൾ ഒരു സ്ക്വയറിലേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റുട്ടി റോളർ സ്ക്വയർ. അവിടെ നിന്നും ഇന്നലെ പോയ വഴിയിലൂടെയല്ലാതെ മറ്റൊരു സ്ട്രീറ്റിലേക്ക് നടക്കുന്നത് പുതിയൊരു കാഴ്ചയിലേക്കാണ്. ഇവിടെ ആർട്ട് ഹൗസ് എന്നൊരു സ്ഥാപനമുണ്ട്. മരിയ ഹിൽഫർ സ്ട്രീറ്റിലൂടെ അതിനടുത്തേക്കാണ് നടക്കുന്നത്. ഇതാണ് ആർട്ട് ഹൗസ്. വിചിത്ര രൂപമാർന്ന ഒരു കെട്ടിടം. ഗ്രാസിന്റെ നവീന ആർക്കിടെക്ചറൽ ലാൻഡ്മാർക്കാണിത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലെ യൂറോപ്യൻ കണ്ടംപററി ആർട്ടിനെ സംബന്ധിച്ചുള്ള സെമിനാറുകളും പ്രദർശനവും തുടർച്ചയായി നടന്നുവരുന്ന ഒരിടം. ഇന്നലെ രാത്രിയിലും ഞാൻ ഈ ആർട്ട് ഹൗസ് കണ്ടിരുന്നു. LED ലൈറ്റുകൾ മിന്നിത്തിളങ്ങുന്ന പ്രകാശത്തിന്റെ ഒരു തുരുത്തായിരുന്നു അപ്പോൾ ഇത്. ഗ്രാസർ കുൻസ്റ്റ് ഹൗസ് എന്ന ജർമ്മൻ ഭാഷയിൽ ഈ മന്ദിരം അറിയപ്പെടുന്നു. ഗ്രാസിന് യൂറോപ്യൻ ക്യാപിറ്റൽ ഓഫ് കൾച്ചർ പദവി ലഭിച്ചതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി 2003 സവിശേഷ രൂപഘടനയുള്ള ഈ മന്ദിരം നിർമ്മിക്കുന്നത്. അന്നു മുതൽ ഇത് ഗ്രാസിന്റെ ആർട്ട് മ്യൂസിയമായി പ്രവർത്തിച്ചു വരികയുമാണ്. ബ്ലോബി ടച്ചർ അഥവാ ബ്ലോബ് ആർക്കിടെക്ചർ സങ്കേതത്തിലാണ് മ്യൂസിയം മന്ദിരം നിർമ്മിച്ചത്. ചുറ്റുപാടുമുള്ള ചുവന്ന മേൽക്കൂരയുള്ള മന്ദിരങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നതാവണം മോഡേൺ ആർട്ടിന്റെ ഈ മന്ദിരമെന്ന് നിർമ്മാണഘട്ടത്തിൽ ശില്പികൾ തീരുമാനിക്കുകയായിരുന്നു. കോളിൻ ഫോർണിയർ, പീറ്റർ കുക്ക് എന്നിവരാണ് മ്യൂസിയം മന്ദിരത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണ മേൽനോട്ടവും നിർവഹിച്ചത്. സ്റ്റീൽ കൊണ്ടുള്ള ചട്ടക്കൂടിന്മേൽ ഇറിഡിസന്റ് ബ്ലൂ അക്രലിക് ഷീറ്റ് കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നു. ഓസ്ട്രിയയിൽ തന്നെ ഇത്തരമൊരു നിർമ്മിതി മറ്റൊന്നില്ല. സ്ഥിരമായ പ്രദർശന വസ്തുക്കളോ സ്വന്തമായി ഒരു ഗവേഷണ വിഭാഗമോ ഗ്രാസ് ആർട്ട് മ്യൂസിയത്തിനില്ല. ആർക്കിടെക്ചർ, ഡിസൈൻ, ന്യൂ മീഡിയ, ഇന്റർനെറ്റ് ആർട്ട്, സിനിമ, ഫോട്ടോഗ്രഫി എന്നിവ സംബന്ധിച്ചുള്ള താൽക്കാലിക പ്രദർശനങ്ങളാണ് ഇവിടെ നടന്നുവരുന്നത്. ഒരു ഭാഗത്ത് മൂർ നദി ശാന്തമായി ഒഴുകുന്നു. ആൽപ്സിലെ ഹോഹെ ടവിയൺ നാഷണൽ പാർക്കിൽ ഉത്ഭവിച്ച് 480 കിലോമീറ്റർ ഒഴുകി ഡ്രാവ നദിയിൽ ചേർന്ന് ഒടുവിൽ ഡാന്യൂബിൽ ലയിക്കുന്ന നദി. മൂർ നദിയുടെ കരയിൽ ഉദയം കൊണ്ട നഗരമാണ് ഗ്രാസ്.
ഓസ്ട്രിയയ്ക്ക് പുറമെ സ്ലൊവേനിയ, ക്രൊയേഷ്യ, ഹംഗറി എന്നീ രാജ്യങ്ങളിലൂടെയും ഈ നദി ഒഴുകുന്നു. ചെറിയൊരു പാലത്തിലേക്കെത്തി. മൂസ്റ്റഗ് എന്നാണ് ഈ പാലം അറിയപ്പെടുന്നത്. കാൽനടക്കാർക്കും സൈക്കിൾ യാത്രികർക്കും മാത്രം വേണ്ടിയുള്ള പാലം. ഒരു ഉരുക്കുപാലം. പാലത്തിൽ നാടൻ കലാകാരന്മാരുടെ കരവിരുത്. പരസ്യമോ മുദ്രാവാക്യമോ ആകാം. ആർട്ട് ഹൗസ് പോലെ തന്നെ ഗംഭീരമായൊരു നിർമ്മിതി നഗരത്തിന്റെ ഈ ഭാഗത്തുണ്ട്. പാലത്തിൽ നിന്നാൽ അതൊരു അത്ഭുതകരമായ കാഴ്ചയാണെന്നാണ് കേട്ടിരിക്കുന്നത്. താഴെ മൂർ നദി പതഞ്ഞൊഴുകുന്നു. നേരത്തെ കണ്ട ഭാഗത്ത് നദി ശാന്തമായാണ് ഒഴുകിയിരുന്നതെങ്കിൽ ഇവിടെ പാറക്കെട്ടുകളിൽ തട്ടി പാൽനുര ചിന്നിയാണ് പോക്ക്. നദിക്കകത്ത് ഇതാ ഒരു നിർമ്മിതി. വലിയൊരു തളിക നദിയിൽ ഇറക്കി വെച്ചതുപോലെ. മൂറിൻസെൽ എന്നാണ് അതറിയപ്പെടുന്നത്. ജർമ്മൻ ഭാഷയിൽ മൂറിൻസെൽ എന്നാൽ മൂർ ദ്വീപ് എന്നാണ് അർത്ഥം. പ്രതിഭാധനനായ ഒരു ആർക്കിടെക്റ്റിന്റെ ഭാവനയിൽ വിരിഞ്ഞ കലാസൃഷ്ടിയാണ്. ഒരു ആംഫി തിയേറ്ററും റെസ്റ്റോറൻറ്റും പ്ലേ ഗ്രൗണ്ടുമെല്ലാമുണ്ട് അതിനുള്ളിൽ. നദിയുടെ മധ്യത്തിൽ ജലപ്പരപ്പിൽ പൊങ്ങി നിൽക്കുന്ന ഒരു വലിയ മുത്തുച്ചിപ്പി പോലുണ്ട്. 2 നടപ്പാലങ്ങൾ ചിപ്പിയെ 2 കരകളുമായും ബന്ധിപ്പിക്കുന്നു. നദിയുടെ മധ്യത്തിൽ, എന്നാൽ നദിയെ ഒട്ടും തടസ്സപ്പെടുത്താതെ ഒരു നിർമ്മിതി. അതൊരു സാംസ്കാരിക കേന്ദ്രമാണ്. ഗ്രാസ് നഗരത്തിന്റെ ആധുനിക ലാൻഡ്മാർക്കുകളിലൊന്ന്. നദി ഞാൻ നിൽക്കുന്ന പാലത്തിനടിയിലൂടെ കുത്തിയൊഴുകുന്നു. തുടർന്ന് മറുവശത്തുകൂടി ഡാനുബിൽ ചേരാനുള്ള വ്യഗ്രതയോടെന്ന വണ്ണം ഒഴുകുകയാണത്. ഇതിന്റെ 2 കരകളിലുമായാണ് ഗ്രാസ് നഗരം സ്ഥിതി ചെയ്യുന്നത്. നിരവധി പാലങ്ങൾ നഗരത്തെ ഒന്നാക്കി കൂട്ടിയിണക്കുന്നു. വീതി കുറഞ്ഞ ഒരു നദിയാണ്. മഞ്ഞുരുകിയെത്തുന്ന ജലം ഇക്കാലത്ത് എപ്പോഴും നദിയെ സമൃദ്ധമാക്കുന്നു. മൂറിൻസെൽ എന്ന ആ അത്ഭുത നിർമ്മിതിയുടെ അകത്തു കയറുകയാണ് അടുത്ത ലക്ഷ്യം. ഇത്ര രാവിലെ അവിടെ തുറന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ റോഡിൽ നിന്ന് മൂറിൻസെല്ലിലേക്ക് ഇറങ്ങുന്നതിനായി ഒരു റാമ്പ് പണിത് വച്ചിട്ടുണ്ട്. സ്റ്റീൽ കൊണ്ടുള്ള നിർമ്മിതിയാണ്. അതിൻ്റെ പ്രതലത്തിൽ ചരലുകൾ വിതറിയിട്ടിരിക്കുന്നു. മഞ്ഞുകാലത്ത് റാമ്പിലൂടെ നടക്കുമ്പോൾ തെന്നി വീഴാൻ സാധ്യതയേറെയാണ്. അത് പരിഹരിക്കാനാണ് ചരൽ വാരി വിതറിയിരിക്കുന്നത്. അടുത്തേക്കെത്തുമ്പോൾ മൂർ നദിക്ക് നടുവിലെ വലിയൊരു നിർമ്മിതി തന്നെയാണ് മൂറിൻസെൽ എന്ന് വ്യക്തമാകുന്നു. ഗ്രാസ് നഗരത്തിന് യൂറോപ്യൻ ക്യാപിറ്റൽ ഓഫ് കൾച്ചർ പദവി ലഭിച്ചതിൻ്റെ ആഘോഷസൂചകമായി നഗരത്തിൽ ഉയർന്ന സവിശേഷ നിർമ്മിതികളിലൊന്നാണ് മൂറിൻസെൽ. 2003 ഇതിൻ്റെ നിർമ്മാണം. മൂറിൻസെല്ലിലേക്ക് വരുന്നവർക്കും നദിക്കുറുകെ കടക്കേണ്ടവർക്കും ഇതിലെ കടന്നു പോകാമെന്നതാണ് പ്രത്യേകത. ഇതാണ് മൂറിൻസെല്ലിൻ്റെ പ്രവേശന കവാടം. അമേരിക്കൻ ഡിസൈനറും ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റും ഇൻസ്റ്റലേഷൻ ആർട്ടിസ്റ്റുമായ വിറ്റോ അക്കോൺസിയാണ് മൂറിൻസെൽ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത്. ഗ്രാസിന് യൂറോപ്പിൻ്റെ സാംസ്കാരിക തലസ്ഥാന പദവി ലഭിച്ചതിൻ്റെ ആഘോഷങ്ങൾക്ക് ശേഷം പൊളിച്ചുമാറ്റാം എന്ന തീരുമാനത്തോടെയാണ് 2003 ഇതിവിടെ നിർമ്മിക്കുന്നത്. എന്നാൽ പാരീസിന് ഈഫൽ ടവർ എന്ന പോലെയായി ഗ്രാസിന് മൂറിൻസെൽ. ഇത് എന്നെന്നും ഇവിടെ നിലനിർത്താൻ നഗരഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. പാലത്തിലൂടെ നടന്ന് ഏതാണ്ട് മധ്യഭാഗത്തെത്തുമ്പോൾ ഇവിടെ ഇങ്ങനെയൊരു ഭാഗം കാണാം. ഒരു ആംഫി തിയേറ്ററാണിത്. ചെറിയ കൺസേർട്ടുകളും സായന്തന ചർച്ചകളുമെല്ലാം നടക്കാറുള്ള ഇടം. ഇനി മൂറിൻസെല്ലിൻ്റെ അകത്തേക്കൊന്ന് കയറാമെന്ന് തീരുമാനിച്ചു. അകത്ത് വീഡിയോഗ്രഫി അനുവദിക്കില്ലെന്ന് മുന്നിൽ എഴുതി വച്ചിട്ടുണ്ട്. ക്യാമറയുമായി അകത്തേക്ക് കയറണോ എന്ന് ആശങ്കപ്പെട്ട് അല്പം നിന്നു. പിന്നെ കയറാൻ തീരുമാനിച്ച് നടന്നു. മൂറിൻസെല്ലിൻ്റെ പ്രധാന ഭാഗമാണ് നേരത്തെ കണ്ട ആംഫി തിയേറ്റർ. രണ്ടാമത്തെ ഭാഗം ഒരു റെസ്റ്റോറൻ്റാണ്. ഇൻസെൽ കഫേ എന്ന് അതറിയപ്പെടുന്നു. മൂന്നാമത്തെ ഭാഗം ഐലൻഡ് അഡ്വഞ്ചർ എന്ന കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് സെന്ററാണ്. അകം ചൂടാക്കി നിർത്തിയിരിക്കുന്ന സുന്ദരമായ ഒരു റെസ്റ്റോറൻറ്റ്. കൗണ്ടറിൽ ഒരു പെൺകുട്ടി ഇരുന്നിരുന്നു. കഫേയിൽ നിന്ന് 1-2 ദൃശ്യങ്ങൾ പകർത്തിക്കൊള്ളട്ടെ എന്ന് അനുമതി ചോദിച്ചു. അവൾ അനുവദിക്കുകയും ചെയ്തു. പുറത്തുനിന്ന് കണ്ടതുപോലെയല്ല, അതിബൃഹത്തായ ഒരു നിർമ്മിതി തന്നെയാണ് മൂറിൻസെൽ. റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തേക്ക് നടന്നു.
സ്റ്റീൽ ബാറും ഗ്ലാസും അയൺ റോപ്പുമാണ് ഇതിന്റെ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. നങ്കൂരമിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ചെറുകപ്പലിന്റെ മാതൃകയിൽ തന്നെയാണ് മൂറിൻ സെൽ നിലകൊള്ളുന്നത്. രണ്ടു വശങ്ങളിലേക്കുമുള്ള നടപ്പാലങ്ങൾ മൂറിൻ സെല്ലിന്റെ വെള്ളത്തിലെ നില ഒന്നുകൂടി ഭദ്രമാക്കുന്നു. സാംസ്കാരിക കേന്ദ്രം എന്നതിനൊപ്പം വെറും പാലമെന്ന നിലയിലും മൂറിൻ സെൽ പ്രവർത്തിക്കുന്നു. 2003 കൾച്ചറൽ ക്യാപിറ്റൽ ആഘോഷം കഴിഞ്ഞപ്പോൾ മൂറിൻ സെൽ ഇവിടെ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമുണ്ടായി. പക്ഷേ ഗ്രാസ് നിവാസികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ആ തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പാലത്തിൽ നിന്നും വീണ്ടും പ്രധാന സ്ട്രീറ്റിലേക്ക് കയറി. കൈസർ ഫ്രാൻസ് ജോസഫ് സ്ട്രീറ്റ് എന്നാണ് ഈ തെരുവ് അറിയപ്പെടുന്നത്. ശനിയാഴ്ച രാവിലെ ആയതിനാലാവാം ധാരാളം സൈക്ലിംഗുകാരുണ്ട് തെരുവിൽ. അവർക്ക് വേണ്ടി മാത്രം റോഡിൽ പ്രത്യേക ട്രാക്കുമുണ്ട്. പാതി തുറന്നൊരു ചിപ്പി പോലെ നദിയിൽ മൂറിൻ സെൽ. മൂറിൻ സെല്ലിലേക്ക് ഇറങ്ങാനുള്ള ലിഫ്റ്റാണ് ഇക്കാണുന്നത്. എല്ലാ തരത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കൃത്യമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതാണ് യൂറോപ്പിലെ ഓരോ പട്ടണവും. ഇവർ എന്തു പണിതാലും അതിന് കലാപരമായ ഒരു പൂർണ്ണതയുണ്ടാവുമെന്നതാണ് മറ്റൊരു കാര്യം. 1848 മുതൽ 1916 വരെ ഓസ്ട്രിയ, ഹംഗറി, ക്രൊയേഷ്യ, ബൊഹീമിയ എന്നിവയുടെ ചക്രവർത്തിയായിരുന്നു ഫ്രാൻസ് ജോസഫ്. അദ്ദേഹത്തിന്റെ നാമത്തിലുള്ളതാണ് സ്ട്രീറ്റ്. ആ കുന്നിൻ മുകളിൽ കാണുന്ന കാസിലും അവിടുത്തെ മ്യൂസിയവും കാണാനാണ് ഞാൻ ഇനി നടക്കുന്നത്. ഇവിടെ വലിയൊരു തെർമോമീറ്ററുണ്ട്. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും അല്പം മുകളിലാണ് ഇപ്പോഴത്തെ താപനിലയെന്ന് അതിൽ കാണുന്നു. ഇതുവഴി നടന്നാൽ ഷ്ലോസ്ബർഗ് സ്ക്വയർ എന്നൊരിടമുണ്ടെന്നും അവിടെ നിന്നും ഒരു ടണലിലൂടെ വേണം കാസിലെത്താനെന്നും എനിക്കറിയാം. ഒരു പള്ളിയുടെ മുറ്റത്തേക്ക് നടന്നെത്തിയിരിക്കുന്നു. പള്ളിയുടെ നേരെ എതിർവശത്ത് ഒരു സ്ക്വയർ. ഇതുതന്നെയാണ് ഷ്ലോസ്ബർഗ് സ്ക്വയർ. ഇവിടെ നിൽക്കുമ്പോൾ മലമുകളിൽ കാസിൽ കാണാം. നേരത്തെ താഴ്വാരത്തു നിന്നും കാസിലേക്ക് കേബിൾ കാർ സർവീസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. പകരം മല തുറന്ന് ഒരു ടണലും ആ ടണലിലൂടെ ഒരു ലിഫ്റ്റുമുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരിടമാണിത്. റെസ്റ്റോറൻറ്റുകൾ തുറക്കുന്നതിനായി രാവിലെ തന്നെ ബോർഡുകൾ വയ്ക്കുകയും കസേരകൾ നിരത്തുകയുമെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ അല്പസമയം കഴിയുമ്പോഴേക്കും ഇവിടെ തിരക്ക് തുടങ്ങിയേക്കും. താഴ്വാരത്തു നിന്നും മലയുടെ മുകളിൽ വരെ പടവുകളുണ്ട്. അതിലൂടെയുള്ള കയറ്റം അല്പം ശ്രമകരമാണ്. മലയിലെ ടണലിലൂടെ മുകളിലേക്കുള്ള കാസിലിൽ പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും എളുപ്പമാർഗം. ഇവിടെ ടണലുകളുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. 2ാം ലോകമഹായുദ്ധകാലത്ത് നഗരവാസികളെ ബോംബിങ്ങിൽ നിന്ന് രക്ഷിക്കാനുള്ള സുരക്ഷിത താവളം എന്ന നിലയിൽ നിർമ്മിച്ച ടണലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതാണ് ലിഫ്റ്റിലേക്ക് നീണ്ടുകിടക്കുന്ന ടണൽ. മലയുടെ ഏതാണ്ട് മധ്യഭാഗം വരെയുണ്ട് ഈ ടണൽ. അവിടെ നിന്നും കുത്തനെ കിണറുപോലുള്ള മറ്റൊരു തുരങ്കത്തിലൂടെയാണ് ലിഫ്റ്റ് പോകുന്നത്. ലൈംസ്റ്റോൺ മലയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചവ മുതൽ 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ചവ വരെയായ ടണലുകൾ ഈ മലയിലുണ്ട്. വേനൽക്കാലത്ത് ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കുണ്ടാവുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. ആധുനിക കലാശൈലിയിൽ ഒരുക്കി വച്ചിരിക്കുന്ന ടണൽ. ലിഫ്റ്റിൽ കയറുന്നതിന് ടിക്കറ്റ് എടുക്കണം. ഒരു ലിഫ്റ്റ് താഴെ എത്തിയിരിക്കുന്നു. അതിൽ നിന്നും ഏതാനും ആളുകൾ ഇറങ്ങിപ്പോകുന്നു. ഞാൻ ടിക്കറ്റുമെടുത്ത് ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് നടന്നു. മുന്നിൽ കാണുന്നതാണ് ലിഫ്റ്റ്. മലയുടെ മധ്യഭാഗമാകെ തുറന്നെടുത്ത് വലിയൊരു ഗുഹ നിർമ്മിച്ചിരിക്കുന്നു. ടിക്കറ്റ് വാങ്ങി പരിശോധിക്കാനൊന്നും ആരുമില്ല. ഇലക്ട്രോണിക് ടിക്കറ്റാണ്. അതിലെ ബാർകോഡ് ഗേറ്റിൽ കാണിച്ചാൽ ഗേറ്റ് തുറന്ന് അകത്ത് പ്രവേശിക്കാം. 2 ലിഫ്റ്റുകളാണ് നിരന്തരം മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലൊന്നിൽ കയറി. ലിഫ്റ്റ് ഉയർന്നു തുടങ്ങി.
കുറേ ദൂരം ഇരുട്ടിലൂടെ ഒരു കിണർ പോലുള്ള ഭാഗത്തുകൂടിയാണ് പോക്ക്. അത് കഴിഞ്ഞ് വെളിച്ചമുള്ള മുകൾ ഭാഗത്തേക്കെത്തുന്നു. നിമിഷങ്ങൾ കൊണ്ട് ഒരു മലയുടെ മുകളിലെത്തിയിരിക്കുന്നു. ചില്ലുവാതിൽ തുറന്ന് പുറത്തിറങ്ങി. കാസിലെ ഒരു റെസ്റ്റോറൻ്റാണിത്. അതിൻ്റെ തിണ്ണയിൽ നിന്നാൽ താഴെ വിശാല നഗരം കാണാം. മൂടൽമഞ്ഞിൻ്റെ ഒരു നേർത്ത പടലം നഗരത്തിനു മേൽ തങ്ങി നിൽപ്പുണ്ട്. മലയുടെ മുകൾത്തട്ടാകയാൽ ഇവിടെ മഞ്ഞു വീണ് കിടപ്പുണ്ട്. നഗരത്തിന് മീതെയാകട്ടെ മൂടൽമഞ്ഞ്. അതുകൊണ്ട് ദൃശ്യം അത്ര തിളക്കമാർന്നതല്ല. പുൽത്തകിടിയുടെ എല്ലാം മീതെ മഞ്ഞിൻ്റെ ധവളിമയാർന്ന ഒരു പരവതാനി വിരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇനിയും മലമുകളിലേക്ക് നടക്കുകയാണ്. കാസിലും മറ്റു കാഴ്ചകളുമുള്ള ഭാഗത്തേക്കെത്താൻ ഇനിയും കുറേ ദൂരം നടക്കണം. നേരെ മുന്നിൽ കാണുന്ന ആ കൂറ്റൻ നിർമ്മിതിയാണ് ഇവിടുത്തെ കാസിൽ. ഗാർണിസൺസ് മ്യൂസിയം എന്നാണ് അത് ഇന്നറിയപ്പെടുന്നത്. ഓസ്ട്രിയയുടെ പഴയ പട്ടാള യൂണിഫോമുകളും ആയുധങ്ങളും മറ്റ് ഉപകരണങ്ങളുമെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയമാണത്. 1981 കാസിലിന്റെ ഭാഗമായ കെട്ടിടത്തിനുള്ളിൽ ആ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. ഗ്രാസ് ഒരു നാട്ടുരാജ്യമായിരുന്ന കാലത്ത് 10-ാം നൂറ്റാണ്ടിൽ തന്നെ ഷ്ലോസ്ബർഗ് മലമുകളിൽ ഒരു കോട്ടയുണ്ടായിരുന്നെന്നാണ് ചരിത്രം. ചുറ്റുപാടും നിരീക്ഷണം ലഭിക്കുന്ന മികച്ച പ്രതിരോധ സംവിധാനം, നാടുഭരിക്കുന്നവർക്ക് സുരക്ഷിതമായ സ്ഥാനം എന്നീ കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഏറ്റവും ഉയർന്ന മലമുകളിൽ തന്നെ കോട്ടയും ദുർഗവുമെല്ലാം പണികഴിപ്പിച്ചിരുന്നത്. പടുകൂറ്റൻ നിർമ്മിതിയാണ് ഷ്ലോസ്ബർഗ് കാസിൽ. ഇവിടെ മലയുടെ വക്കിൽ ഇങ്ങനെ ഒരു പൗലിയനുണ്ട്. ചൈനീസ് പൗലിയൻ എന്ന് ഇതറിയപ്പെടുന്നു. ഞാൻ അതിലേക്ക് കയറി ചെന്നു. പ്രത്യേകതകളൊന്നുമില്ല. ചൈനീസ് സ്വഭാവമുള്ള ഒരു പൗലിയൻ എന്നേയുള്ളൂ. 1890 ഈ പൗലിയൻ ഇവിടെ സ്ഥാപിതമായതെന്നാണ് രേഖകൾ. അതിനു മുൻപ് കാസിലെ പ്രമുഖർ വൈൻ നുകർന്നിരുന്നിരുന്ന ഒരു മുന്തിരിപ്പന്തലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നേരത്തെ പട്ടണത്തിലൂടെ നടക്കുമ്പോൾ കണ്ട ആർട്ട് ഹൗസിന്റെ മേൽക്കൂരയാണിത്. വിശാലമായ ഒരു കെട്ടിടം തന്നെയാണതെന്ന് ഈ കാഴ്ച വ്യക്തമാക്കുന്നു. യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നും ആധുനികമായ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കാനായി കലാകാരന്മാർ എത്തുന്ന ഒരിടം. ചുവന്ന മേൽക്കൂരകളുടെ മധ്യത്തിൽ അത് വ്യത്യസ്തമായ രൂപഭാവവുമായി അങ്ങനെ നിലകൊള്ളുന്നു. ഗ്രാസ് നഗരത്തിന്റെ കാവൽക്കാരനെ പോലെ ഷ്ലോസ്ബർഗ് മല, അതിനു മുകളിൽ പടുകൂറ്റൻ കാസിൽ. കാസിലിൽ നിന്നും തെല്ലകലെയാണ് ഈ ചൈനീസ് പൗലിയൻ. പൗലിയനിൽ നിന്നും ഇറങ്ങി. ഇനി മലയുടെ മുകളിലേക്കാണ് എനിക്ക് നടക്കേണ്ടത്. ആ കാസിലിന്റെ ഏറ്റവും മുകളിലെത്തണം. ചുടുകട്ടയും ചുണ്ണാമ്പുകല്ലുമെല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച കൂറ്റനൊരു കാസിലാണിത്. മതിൽക്കെട്ടിനോട് ചേർന്ന് താഴ്വാരത്തിന് അഭിമുഖമായി ആളുകൾക്ക് വിശ്രമിക്കാൻ ബെഞ്ചുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. കൂറ്റൻ മതിലിൽ കോട്ടയ്ക്കുള്ളിലേക്ക് ചില കവാടങ്ങൾ പണിതുവച്ചിരിക്കുന്നു. രക്തരൂഷിത പോരാട്ടങ്ങളുടെയും ഉപരോധത്തിൻ്റെയും പിടിച്ചടക്കലുകളുടെയും എല്ലാം കഥകൾ ഉറങ്ങുന്നതാണ് യൂറോപ്പിലെ മിക്ക കാസിലുകളും. എന്നാൽ ഈ ഗ്രാസ് കാസിൽ ശത്രു സൈന്യങ്ങൾക്ക് മുന്നിലൊന്നും കീഴടങ്ങിയിട്ടില്ലെന്നാണ് ചരിത്രം. നെപ്പോളിയനിക് യുദ്ധനാളുകളിൽ നെപ്പോളിയന്റെ സൈന്യത്തിന് മുന്നിൽ ഓസ്ട്രിയ അടിയറവ് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് നെപ്പോളിയന്റെ പടയാളികൾ ഗ്രാസ് നഗരത്തിലുമെത്തുകയും ഈ കാസിൽ ഭാഗികമായി തകർക്കുകയും ചെയ്തു. 1809 അത്. ഇവിടെ നിൽക്കുമ്പോൾ നഗരത്തിന്റെ മറ്റൊരു ഭാഗമാണ് കാണുന്നത്. മരിയ ഹിൽഫർ ചർച്ചാണ് 3 ഗോപുരങ്ങളോടെ ഇക്കാണുന്നത്. ആ പള്ളിയുടെ മുന്നിലൂടെയാണ് ഞാൻ മൂറിൻസെൽ കാണാൻ നടന്നത്. നേരത്തെ ഞാൻ സന്ദർശിച്ച മൂറിൻസെൽ എന്ന ആധുനിക കാല നിർമ്മിതി. നദിയിൽ വീണുകിടക്കുന്ന തുന്നാരൻ കിളിയുടെ കൂടുപോലെയുണ്ട് അത് ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ. ഇവിടെ നിന്ന് മലഞ്ചെരുവിലൂടെ ഒരു നടപ്പാതയുണ്ട്. ഇതിലൂടെ നടന്ന് കാസിലിന്റെ മുകളിലെത്താം. 19-ാം നൂറ്റാണ്ടിൽ ലുഡ്വിഗ് ബാരൻ വോൺ വെൽഡൻ എന്നൊരു കമാൻഡർ ഇൻ ചീഫ് ഉണ്ടായിരുന്നു ഓസ്ട്രിയൻ ആർമിയിൽ. അക്കാലത്ത് പാതി തകർന്നു കിടക്കുകയായിരുന്നു കാസിൽ. ലുഡ്വിഗ് ബാരൻ വോൺ തന്റെ സൈനികരെ ഉപയോഗിച്ച് അതെല്ലാം നന്നാക്കിയെടുത്തു. മലയുടെ മുകൾ തട്ടിൽ മഞ്ഞിന്റെ ഒരു പരവതാനിയാണ് കാഴ്ച.
ഇന്നലെയോ ഇന്നോ നടന്ന ആളുകളുടെ കാൽപ്പാടുകൾ അതിൽ തെളിഞ്ഞു കാണാം. അങ്ങകലെ ഒരു ഗോപുരമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രമുഖമായ കാഴ്ച. കാസിലിലെ ബെൽ ടവറാണത്. പണ്ട് നെപ്പോളിയന്റെ സൈനികർക്ക് കൈക്കൂലി നൽകി ഗ്രാസിലെ ജനം രക്ഷിച്ചെടുത്ത ടവർ. ബെൽ ടവറിന് സമീപത്തായി വേറെയും ചില നിർമ്മിതികളുണ്ട്. അതിസുന്ദരമായ ആ കാഴ്ചകളിലേക്ക് പോകും മുൻപ് മഞ്ഞിന്റെ വിരിപ്പിൽ ഞാൻ അല്പനേരം നിന്നു. എനിക്ക് ആഹ്ലാദം പകർന്നുകൊണ്ട് വെയിലും തെളിഞ്ഞു കഴിഞ്ഞു.